ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുട്ടിക്ക് 6 മാസം കഴിഞ്ഞു, 7ാം മാസമാണിത്. അപ്പോൾ കുട്ടിക്ക് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുത്താറിയാണ്, റാഗിയാണ്. പിന്നെ കായപ്പൊടി ഉണ്ടായിരുന്നു. പിന്നെ കഞ്ഞി മിക്സിയിലിട്ട് അടിച്ചിട്ട് ആണ് കൊടുക്കുന്നത്. കാരണം 2 പല്ല് വന്നിന്, പക്ഷെ പറഞ്ഞിട്ടെന്താ ചവക്കാൻ അറിയില്ല മോന്. എന്തെങ്കിലും വായിൽ കൊടുക്കുമ്പോൾ അപ്പാട് ഇങ്ങനെ ഛർദ്ദിക്കാൻ പോകുന്ന പോലെ ആക്കുന്നതുകൊണ്ട് എല്ലാം മിക്സറിലിട്ടിട്ട് അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റും പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ 2 ഡേറ്റ്സ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുപോലത്തെ ഒരു പാത്രത്തിലാണ് സ്റ്റീം ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇവിടെയാണ് സാധനങ്ങളൊക്കെ. അപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങാണ്. സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത്. പിന്നെ ഈത്തപ്പഴം, 2 ഈത്തപ്പഴം കൊണ്ട് അതിങ്ങനെ ചെറുതായി മുറിച്ചിട്ട് ഇതെല്ലാം കൂടി ഞാൻ സ്റ്റീം ചെയ്യാൻ പോവാണ്. ഇതെല്ലാം സ്റ്റീം ചെയ്തതിന് ശേഷം നല്ലോണം വെന്തതിന് ശേഷം കായതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഒരു ലേശം വെള്ളമായിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. 2 ബദാം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ആഡ് ചെയ്യുന്നുണ്ട്. മിലാൻ കുട്ട, എന്താടാ, വേഗം കുടിച്ചോ, വേഗം കുടിക്ക്. വേഗം കുടിച്ചോ. ഇത്രയും ആണ് ഇപ്പം ഞാൻ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം മോന് അത്യാവശ്യം കഴിക്കുന്നൊക്കെ ഉണ്ട്, എന്നാലും അടുത്തൊരു മതിയാക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെ രാവിലെയും വൈകുന്നേരമായിട്ട് കൊടുക്കും. പിന്നെ രാത്രി അഥവാ ഒന്നും വൈകുന്നേരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു 7-8 മണിയാകുമ്പോൾ ഒരു ചെറിയ 2-3 സ്പൂൺ കഞ്ഞി മിക്സിയിലടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഹാപ്പിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സപ്പോർട്ട്.